അടുത്തത് കുടുംബവുമായി അകലം പാലിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അപ്പൊ ആദ്യമായി തന്നെ എങ്ങനെയുള്ള മക്കളാണ്, അതായത് കുടുംബവുമായി അകലം പാലിക്കുന്ന കുട്ടികൾ, അത് ഏത് തരത്തിലുള്ളതാണ്? അത് മെയിൻലി പറയുകയാണെങ്കിൽ പാരന്റിങ് സ്റ്റൈലിൽ വരുന്നതാണ്. 4 ടൈപ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈല്: അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ ആൻഡ് നിഗ്ലെക്ട്ഫുൾ പാരന്റിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിഗ്ലെക്ട്ഫുൾ അല്ലെങ്കിൽ അൺഇൻവോൾവ് പാരന്റിങ് സ്റ്റൈൽ. ഈ 2 പാരന്റിങ് സ്റ്റൈലിലാണ് മക്കൾ അകന്നു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ പിന്നെ അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ് ആണ്. അതായത് അവരെന്നെ ആയിരിക്കും, പാരന്റ്സ് തന്നെ ആയിരിക്കും എന്താണ് ആ മക്കളുടെ കാര്യങ്ങൾ ഭാവി നിശ്ചയിക്കുന്നത് ആ പാരന്റ്സ് തന്നെ ആയിരിക്കും. അവിടെ ആ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു നോ പറയേണ്ടടുക്കാൻ നോ പറയണോ എന്നുള്ളത് പോലും അവിടെ പിന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള കടി ഇപ്പം ലാസ്റ്റ് ഒരു 2 ദിവസം മുമ്പേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ നീറ്റ് എക്സാമിന് 99.99% കിട്ടിയ ഒരു കുട്ടി സൂസൈഡ് ചെയ്ത്, എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ കുട്ടി പിന്നെ സൂസൈഡ് ചെയ്യുമ്പോൾ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്: എനിക്ക് ഈ ഡോക്ടർ മേഖല വേണ്ട, എനിക്കിത് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതുപോലെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ബിഹൈൻഡ്, എന്താണ് സംഭവിക്കുന്നത്? അതായത് പാരന്റ്സ് അവരുടെ റെപ്യൂട്ടേഷനൊക്കെ വേണ്ടിയിട്ടാണ് എന്നത് പറയുന്നു. അപ്പൊ കുട്ടികൾക്ക് അവരുടേതായ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെട്ടുവാണ്. മറ്റൊന്ന് നിഗ്ലെക്ട്ഫുൾ പാരന്റിങ്, അതും അങ്ങനെ തന്നെയാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ്. അപ്പം ആ ഒരു കണ്ടീഷനിലും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ എന്താണ്, അവർക്ക് അവിടെ ഒരു നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അത് കിട്ടുന്ന അവരെത്തുന്നത് മോശമായിട്ടുള്ള പാതയിലേക്കായിരിക്കും അവരെത്താം. മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളും, അത് ഡ്രഗ്സ്. ഇപ്പൊ ഡ്രഗ്സിന്റെ കേസൊക്കെ വരുമ്പോഴും നമ്മൾ ഏതൊരു കേസ് വരുമ്പോഴും ആ കേസിലേക്കല്ല ഫോക്കസ് ചെയ്യുക, അത് എങ്ങനെയാണ് ആ റൂട്ട് കോസിലേക്കാണ് പോകാൻ, എങ്ങനെയാണ് ആ കുട്ടി ഇന്ന് സംഭവിച്ചത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആ പാരന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഉള്ളതെന്ന്. അപ്പം നമ്മൾ പാരന്റിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ സ്വതുവേ ഒരു പാരന്റ് അല്ലെ, ഇവിടെ കുറെ ഉമ്മമാരുണ്ടല്ലോ. അപ്പൊ ഒരു പാരന്റ് എന്ന നിലക്ക് ഞാനൊക്കെ ഒരു പാരന്റൽ മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അല്ലെ. മക്കള് സ്കൂളിലും മദ്രസകളിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായും മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മള് പാരന്റിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ മക്കള് ഒരു വിധത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താക്കണം, ഒരു കല്യാണത്തിന് വേണ്ടി എന്നാണോ ഒരു കുട്ടി വിവാഹത്തിന് വേണ്ടി എന്നാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ് ഒരു പാരന്റിങ് ക്ലാസ്. നമുക്കിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയാ വെച്ചാൽ വീട്ടിൽ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. നമുക്ക് ഒന്നും അറിയിട്ടൊന്നുമില്ല, നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് റീൽസും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നും അത് എന്തിലേക്ക് എടുക്കുന്നില്ല, നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എന്താണ് എങ്ങനെയാണ്, കാരണം ഞാൻ ഈ ഒരു പാരന്റിങ്ങിന്റെ ഇവിടെ എടുത്ത് പറയാൻ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കേസാണ്. അതിൽ ADHD കേസാണ്. ADHD ഹൈപ്പർ ആക്ടിവിറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ആ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് ജനറ്റിക് ആയിട്ടും വരാം, അല്ലെങ്കിൽ അല്ല ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടും ആവാം. അപ്പൊ ഇതിൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കുറെ നോട്ടീസ് ചെയ്തതിൽ വന്ന കേസിൽ കൂടുതലും പാരന്റ്സിന്റെ അശ്രദ്ധ കാരണമാണ് കുട്ടികൾ അങ്ങനെ, അതായത് പാരന്റ്സിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി കുട്ടികൾക്ക് എന്ത് നൽകുന്നു, മൊബൈൽ ഫോൺ നൽകുന്നു. അപ്പോൾ തന്നെ കുട്ടികളെ ശ്രദ്ധ, എന്നാൽ അവർക്ക് ഒരു 7 വയസ്സിന്റെ ഉള്ളിലാണ് അവർക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നോർമൽ സ്റ്റേജിലേക്ക്, അതായത് കൗൺസിലിംഗ് മാത്രം കൊണ്ട് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അവരത് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള കാര്യം. നമ്മൾ പറയും നിങ്ങൾ ഇത്ര നമ്മൾ കൗൺസിലിംഗ് മാത്രം പോരാ, അവരും കുറച്ച് നമ്മൾ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പൊ ആ ഒരു ചില പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് സഹകരിക്കാത്ത പാരന്റ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില പാരന്റ്സ് പറയാം എനിക്ക് കഴിയില്ല ഇതിന് മെനക്കെടാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാരന്റിംഗ് ഒക്കെ എപ്പോഴും നമ്മൾ ഒരു കുട്ടിയുടെ ഭാവിയാണ് അവിടെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാരന്റിംഗ് അത് എന്താണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ വിവാഹത്തിന് മുമ്പേ പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.